കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ മിനസോട്ടയിൽ 114 വർഷം പഴക്കമുള്ള റാപ്പിഡൻ ഡാം തകരുകയുണ്ടായി. ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതിന്റെ കാരണത്താലാണ് ഇങ്ങനെയൊരു ഡാം തകർച്ചയുണ്ടായത്. തിങ്കളാഴ്ച പുലർച്ചെ അണക്കെട്ടിന് മുകളിലൂടെ വെള്ളമൊഴുകുന്നതായി എമർജൻസി മാനേജ്മെന്റ് ജീവനക്കാർ നോട്ടീസ് നൽകിയിരുന്നു. ജലപ്രവാഹം ഉയർന്നതോടെ ഡാമിന്റെ പല ഭാഗങ്ങളും പടിഞ്ഞാറൻ മൺതിട്ടയും ഭാഗികമായി തകർന്നു. വെള്ളത്തിന്റെ കുത്തൊഴുക്ക് ഒരു പവർ സ്റ്റേഷൻ തകർക്കുകയും 600ഓളം വീടുകൾക്ക് നാശമുണ്ടാക്കുകയും ചെയ്തു. പെരുമഴയെ തുടർന്ന് ജലനിരപ്പ് സെക്കൻഡിൽ 34,800 ക്യൂബിക് അടിയായി ഉയർന്നു. സാധാരണ ഒഴുക്ക് സെക്കൻഡിൽ 500 ഘനയടിയാണ്. ആ കണക്കുകൾ ഈ വെള്ളപ്പൊക്കത്തെ അണക്കെട്ടിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ വെള്ളപ്പൊക്കവും നൂറ്റാണ്ടിൽ ഒരിക്കലുണ്ടായ വെള്ളപ്പൊക്കത്തിനും തുല്യമാക്കുന്നു. തിങ്കളാഴ്ച മുതൽ നദിയിലേക്ക് പോയ അവശിഷ്ടങ്ങളിൽ വീടുകളും വൈദ്യുത കമ്പിയും വൈദ്യുത പോസ്റ്റും സബ്സ്റ്റേഷനും പ്രൊപ്പൈൻ ടാങ്കും കൗണ്ടി കളിസ്ഥലങ്ങളിലെ ഉപകരണങ്ങളും സാറ്റലൈറ്റ് ടോയ്ലറ്റുകളും ഡംസ്റ്റർ സംഭരണത്തിനായി ഉപയോഗിക്കുന്ന സ്റ്റീൽ ഷിപ്പിംഗ് കണ്ടെയ്നർ എന്നിവ ഉൾപ്പെട്ടു. നൂറുകണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തി. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും വെള്ളപ്പൊക്കമുള്ള പ്രദേശങ്ങളിൽ വാഹനത്തിലെത്തിയ 2 പേർ മരിക്കുകയും ചെയ്തു. അണക്കെട്ട് പൂർണ്ണമായി തകർന്നാൽ നദിയിൽ 2 അടിയോളം ഉയരാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ നേതാക്കൾ പറയുന്നു. ഡാമിന് താഴെയായി ജനവാസം കുറവായതിനാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുകയില്ല. നമ്മുടെ കേരളത്തിലെ ഡാമുകളുടെ അവസ്ഥ ഇങ്ങനെയല്ല. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലാണ് ഒട്ടുമിക്ക ഡാമുകളും. റാപ്പിഡൻ ഡാമിന്റെ സമീപ പ്രദേശങ്ങളെ അപകടത്തിൽ നിന്നും രക്ഷിക്കാനുള്ള നിരവധി സുരക്ഷാ സംവിധാനങ്ങൾ ദുരന്ത നിവാരണ സേന കൈക്കൊണ്ടിട്ടുണ്ട്. ഇനി അഥവാ അണക്കെട്ട് പൂർണ്ണമായി തകർന്നാലോ സബ്സ്റ്റേഷനുകളിൽ ജലമെത്തിയാലോ അവയെ സംരക്ഷിക്കുന്നതിനായി മണൽ ചാക്കുകളും മറ്റ് തടയിണകളും ഉപയോഗിച്ച് നദിയുടെ താഴ്ഭാഗത്തുള്ള പ്രദേശങ്ങൾ സംരക്ഷിക്കുമെന്നും അവർ പറഞ്ഞു. ഡാം തകർച്ചയോടെ രാത്രി വൈദ്യുതി നിലച്ചെങ്കിലും അർദ്ധരാത്രിയോടെ ഡാമിന് സമീപത്തുള്ള 600ഓളം വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിച്ചതായി പറയുന്നു. ലോകമെമ്പാടും ഇപ്പോൾ കനത്ത മഴയാണ്. പല സ്ഥലങ്ങളിലും മഴയെ തുടർന്ന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായി വാർത്തകൾ വരുന്നു. കാലാവസ്ഥ മാറി. കേരളത്തിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യത. ഈ പെരുമഴയെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിൽ പല ഭാഗങ്ങളിലായി വെള്ളപ്പൊക്കമുണ്ടാകുകയും വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്തു. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഹാരാഷ്ട്ര തീരം മുതൽ കേരളം തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഗുജറാത്തിന് മുകളിലായി ഒരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നു. ഇതിന്റെ കാരണത്താൽ ഇടിമിന്നലും ശക്തമായ കാറ്റോടുകൂടിയുള്ള മഴയുമാണെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. ഉയർന്ന തിരമാലകളും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും ഇടയുണ്ട്. സംസ്ഥാനത്തെ പല നദികളിലും ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് ഡാമുകൾ നിറഞ്ഞു. പല ഡാമുകളുടെയും ഷട്ടറുകൾ തുറന്നു. നദികളുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ കനത്തതോടെ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശൂരിൽ പെരിങ്ങൽകുത്ത് ഡാമും ഇടുക്കിയിൽ കല്ലാർകുട്ടി ഡാമും തുറന്നു. പത്തനംതിട്ടയിൽ അരയാഞ്ഞിലിമൺ കോസ്വേ വെള്ളത്തിൽ മുങ്ങിയതോടെ പമ്പാ നദിയുടെ അക്കരെയുള്ള 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. ഇടുക്കിയിൽ വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. കണ്ണൂർ ഉൾപ്പെടുന്ന കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലും കനത്ത മഴയെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. മലപ്പുറത്ത് പൊന്നാനിയിൽ കടൽക്ഷോഭം രൂക്ഷമായി. പെരിയാറിലെയും ജലനിരപ്പ് ഉയരുന്നു. ഇടുക്കി ജില്ലയിൽ രാത്രിയാത്ര നിരോധിച്ചു. തൃശൂരിൽ വ്യാപകമായി കടൽക്ഷോഭം. 15ലധികം വീടുകളിൽ വെള്ളം കയറി. ആശങ്കയൊഴിയാതെ തീരദേശ മേഖല. സംസ്ഥാനത്ത് 3 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ലഭിച്ചത് ഈ സീസണിലെ ഏറ്റവും കൂടിയ മഴ. രാത്രിയിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. അച്ചൻകോവിലാറും പമ്പയാറും നിറഞ്ഞൊഴുകുകയാണ്. തൃശൂർ പെരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 423 മീറ്ററിലധികം ജലമാണ് ഡാമിലുള്ളത്. ഇടുക്കിയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൂന്നാറിൽ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ മൂന്നാറിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ മുതിരപ്പുഴയാർ, പെരിയാർ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
മരങ്ങൾ കടപുഴകി വീഴാനും കൊമ്പൊടിഞ്ഞു വീഴാനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.